ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കെ ഷേപ്ഡ് റിക്കവറി, പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്, ഫെൻറ്റാനിൽ, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്, ഇന്റേണൽ ഫീമെയിൽ മൈഗ്രേഷൻ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ ഷേപ്ഡ് റിക്കവറിയെ കുറിച്ചാണ്. ഈ കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദ ഹിന്ദുവിൻ്റെ പേജ് 8 അവരൊരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കെ ഷേപ്ഡ് റിക്കവറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമ്മുടെ COVID-19 പാൻഡമിക് വന്നതിന് ശേഷമാണ് ഈ ഒരു കെ ഷേപ്ഡ് റിക്കവറി എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു പേര് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാധാരണഗതിയിൽ ഒരു എക്കണോമി എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ കാരണം ഒന്ന് ഡൗൺ ആയതിനു ശേഷം പിന്നീട് അത് റിക്കവർ ചെയ്യുന്ന സമയത്ത് ഒരു കെ ഷേപ്പ് പോലെ അത് റിക്കവർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു എക്കണോമി റിക്കവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചില സെക്ടേഴ്സ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ടെക്നോളജി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള സെക്ടേഴ്സ് നല്ല രീതിക്ക് റിക്കവർ ചെയ്യുകയും പക്ഷെ ചില സെക്ടേഴ്സ് റിക്കവർ ചെയ്യാതിരിക്കുകയും ചെയ്യണം. ഇപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറൊക്കെ റിക്കവർ ചെയ്യാതിരിക്കുകയാണെന്ന് വെച്ചു. ഇങ്ങനെയുള്ള ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള റിക്കവറിനെയാണ് കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയാം. അതായത് സാധാരണഗതിയിൽ ഒരു എക്കണോമി റിക്കവർ ചെയ്യുന്ന സമയത്ത് ആ എക്കണോമിയുടെ എല്ലാ ആസ്പെക്ട്സും റിക്കവർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ ചില സെഗ്മെന്റ്സ് മാത്രം നല്ല രീതിയിൽ റിക്കവർ ചെയ്യും, ചില സെഗ്മെന്റ്സ് റിക്കവർ ചെയ്യുന്നതിന് പകരം വീണ്ടും ആ ഡിസ്ട്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റിക്കവറിനെയാണ് നമ്മൾ കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ എക്കണോമിയുടെ റിക്കവറിക്കകത്ത് മേ ബി ഒരു ഇംബാലൻസ് എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ഒരു സെക്ടർ താഴേക്ക് പോവുകയും മറ്റു ചില സെക്ടേഴ്സ് ട്രമൻഡസ് ആയിട്ട് ഗ്രോത്ത് കാണിക്കുകയും ചെയ്യും. ചില സമയത്ത് ചില സെക്ടേഴ്സ് വലിയ രീതിയിൽ ഗ്രോ ചെയ്യും, ചില സെക്ടേഴ്സ് ഒരു നോർമൽ പേസിൽ മാത്രം അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് റിക്കവറിനെയാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഡിഫറെൻറ്റ് രീതിയിൽ റിക്കവർ ചെയ്യുന്നൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേ ആണ്. ഈ പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ദ ഹിന്ദുവിൻ്റെ പേജ് 14 ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് വുമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇൻ വർക്ക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേ എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ NSO, നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ കീഴിൽ വരുന്ന NSO കണ്ടക്ട് ചെയ്യുന്ന ഒരു സർവേ ആണ്. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലുള്ള എംപ്ലോയ്മെന്റ് സിറ്റുവേഷനെ കുറിച്ചാണ്, എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷനെ കുറിച്ചാണ് ഈ പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേക്കകത്ത് അവർ പഠിക്കുന്നത്. 2017 NSO ഈ പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലേബർ ഫോഴ്സസ് പാർട്ടിസിപ്പേഷൻ റേറ്റ് അല്ലെങ്കിൽ LFPR എന്ന് പറയുന്നതാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ലേബർ ഫോഴ്സിനകത്തുള്ള അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺ ഇൻ ലേബർ ഫോഴ്സ് ഇൻ ദി പോപ്പുലേഷൻ ആണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമ്മുടെ പോപ്പുലേഷനകത്തുള്ള എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ലേബർ ഫോഴ്സിൽ ഉണ്ടെന്നാണ് നോക്കുന്നത്. രണ്ടാമത്തത് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആണ്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനകത്തുള്ള എത്ര പെർസെൻറ്റേജ് ആൾക്കാർക്ക് ജോലി ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഫോഴ്സിനകത്തുള്ള എത്ര ആളുകൾ ജോലി ഇല്ലാതെ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേക്കകത്ത് അവർ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ നോക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ആണ്. ഇപ്പോൾ ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 ഇന്ത്യ ഈ 2024-25 യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഒരു 12ഓളം മറാത്ത ഫോർട്ടുകൾ റെക്കമെൻഡ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഈ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 12ഓളം മറാത്ത ഫോർട്ടുകൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഇൻ ഇന്ത്യ എന്നുള്ള പേരിലാണ് ഈ ഇന്ത്യ ഈ പറയുന്ന 2024-25 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഈ 12 കോട്ടകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൽഹർ ഫോർട്ട്, അതുപോലെ തന്നെ ശിവനേരി ഫോർട്ട്, ലോഹ്ഗഡ്, ഖന്ദേരി ഫോർട്ട്, റായ്ഗഡ്, രാജ്ഗഡ്, പ്രതാപ്ഗഡ്, അതുപോലെ തന്നെ സുവർണ ദുർഗ്, പൻഹള ഫോർട്ട്, വിജയ് ദുർഗ്, സിന്ധുദുർഗ് എന്നൊക്കെ പറയുന്ന മഹാരാഷ്ട്രയിലുള്ള കോട്ടകളും അതുപോലെ തന്നെ തമിഴ്നാട്ടിനകത്തുള്ള ജിങ്കി ഫോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗിങ്കി ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ടുമാണ് ഈ 12 കോട്ടകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റ് ആണ്
യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഒരു സൈറ്റിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ലിസ്റ്റിനകത്ത് അത് ഉൾപ്പെടുന്നെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ആദ്യം സ്റ്റേറ്റുകൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഇത്തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട സൈറ്റുകളുടെ ഒരു ലിസ്റ്റ് കൊടുക്കണം. ആ ലിസ്റ്റ് യുനെസ്കോ പരിശോധിച്ചതിന് ശേഷം അവരുടെ സ്ക്രൂട്ടിനി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് മാറും. സോ ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഒരു സ്ഥലത്തിനെ ഡിക്ലെയർ ചെയ്യുന്നത് അതിൻ്റെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കൾച്ചറൽ ഓർ നാച്ചുറൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യുനെസ്കോ ആണ് ഈ ഒരു സൈറ്റുകളെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഈ സൈറ്റുകളെ സെലക്ട് ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് എക്സെപ്ഷണൽ ആയിട്ടുള്ള കൾച്ചറൽ അല്ലെങ്കിൽ നാച്ചുറൽ വാല്യൂ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കൾച്ചറൽ ആൻഡ് നാച്ചുറൽ വാല്യൂ ഉള്ള ഒരു സൈറ്റിന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ ഉണ്ട് 1972 സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത് നോമിനേറ്റ് ചെയ്യാൻ പറ്റുക. ഇന്ത്യയിൽ നിലവിൽ 42 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണുള്ളത്. അതിനകത്ത് 34 കൾച്ചറൽ സൈറ്റുകളും 7 നാച്ചുറൽ സൈറ്റുകളുമാണ്. അതിനകത്ത് 1 അതുപോലെ തന്നെ മിക്സ്ഡ് സൈറ്റാണ്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫെൻറ്റാനിലാണ്. സോ ഫെൻറ്റാനിൽ എന്ന് പറയുന്നത് ഇപ്പോൾ US വലിയ രീതിയിലൊരു നാർക്കോട്ടിക് ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫെൻറ്റാനിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെൻറ്റാനിലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ട്രാഫിക്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൈനയും US തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചതായിട്ടുള്ളൊരു വാർത്ത ഹിന്ദുവിൻ്റെ ഇൻ്റർനാഷണൽ പേജ് അല്ലെങ്കിൽ പേജ് 15 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫെൻറ്റാനിൽ എന്ന് പറയുന്നത് മറ്റുള്ള പ്രധാനപ്പെട്ട ഈ സൈക്കോട്രോപിക് ഡ്രഗ്സ് ഒക്കെ പോലെ തന്നെ ഇതൊരു മെഡിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. അതൊരു സിന്തറ്റിക് ഓപ്പോയിഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ FDA എന്ന് പറയുന്ന അവരുടെ ഒരു ഫെഡറൽ ഏജൻസി ഉണ്ട് ഇത്തരത്തിലുള്ള ഡ്രഗ്സിനൊക്കെ ഓതറൈസേഷൻ കൊടുക്കുന്ന. അവർ ഈ പോസ്റ്റ് സർജറി അല്ലെങ്കിൽ സർജറിയുടെ ഇടയ്ക്ക് വരുന്ന പെയിൻ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സിവിയർ പെയിൻ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതിനുവേണ്ടി അപ്രൂവൽ കൊടുത്തിട്ടുള്ള ഒരു ഡ്രഗാണ് ഈ ഫെൻറ്റാനിൽ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു ഡ്രഗാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗായിട്ട്, അതായത് ഈ മെഡിക്കൽ പേർപ്പസിനല്ലാതെ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു സാധാരണഗതിയിൽ സർജറിയുടെ സമയത്തൊക്കെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോർഫിനൊക്കെ ഉണ്ട്. ഈ ഒരു വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ മോർഫിനെക്കാട്ടിലും 50 തൊട്ട് 100 ഇരട്ടി വരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഡ്രഗാണ് ഫെൻറ്റാനിൽ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും US എത്തുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡ്രഗ് ആയതുകൊണ്ട് തന്നെ ഒരു ഓവർഡോസിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിനുള്ള റിസ്ക് വളരെ കൂടുതലുള്ളൊരു ഡ്രഗാണിത്. ഓക്കെ, അപ്പോൾ അത് അൺനോയിങ്ങിലൊക്കെ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് ഓവർഡോസ് ആയിട്ട് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആണ്. സോ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 6 ഒരു വാർത്ത വന്നിട്ടുണ്ട്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ജർമ്മനിയിലെ ബെർലിൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഇന്റർനാഷണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ഇത് വർഷാവർഷം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിനകത്ത് ബേസിക്കലി പബ്ലിക് സെക്ടറിനകത്തുള്ള കറപ്ഷൻ്റെ എക്സ്റ്റെൻ്റ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ 0 to 100 ആണ് ഇൻഡെക്സിലെ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കറപ്ഷനും, 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറപ്ഷൻ വളരെ കുറവാണ് അല്ലെങ്കിൽ ഒട്ടും തന്നെ കറപ്ഷൻ ഇല്ല എന്നാണ്. സോ സ്കോർ കൂടുന്തോറും ആ രാജ്യത്ത് കറപ്ഷൻ കുറവാണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ വർഷത്തെയും കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിനകത്ത് ആദ്യമായിട്ട് വന്നേക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ സ്കാൻഡിനേവിയ എന്നുള്ള രാജ്യങ്ങളാണ് കൂടുതലും. ഈ ഡെൻമാർക്കാണ് ഒന്നാമത്, പിന്നെ ഫിൻലാൻഡ്, അതുപോലെ ന്യൂസിലാൻഡ്, നോർവേ എന്നീ രാജ്യങ്ങളൊക്കെയാണ് ഇതിൽ ടോപ്പ് ചെയ്തേക്കുന്നത്. ഏഷ്യയിൽ നിന്നാണെങ്കിൽ സിംഗപ്പൂരാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കറപ്ഷൻ കുറവുള്ള രാജ്യം എന്ന് പറയുന്നത്. സിംഗപ്പൂരിൻ്റെ ഒക്കെ സ്കോർ 83 ആണ്. അപ്പോൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ 5ാം സ്ഥാനത്താണ് സിംഗപ്പൂർ ഉള്ളത്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്കോർ 39 ആണ്. 93ാം സ്ഥാനത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്കോർ 40 ആയിരുന്നു, 85ാം സ്ഥാനത്തായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി മോശമായിട്ട് 93ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇന്ത്യയെക്കാട്ടിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള ചൈന എന്ന് പറയുന്നത്. 75 or 76 എന്താണ് അവരുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ഈ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. 1993 ജർമ്മനിയിലെ ബെർലിനിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊരു നോൺ പ്രോഫിറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനായിട്ട് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. കോമ്പാറ്റ് ഗ്ലോബൽ കറപ്ഷൻ വിത്ത് സിവിൽ സൊസൈറ്റിയിൽ ആൻറ്റി കറപ്ഷൻ മെഷേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്നീ പറഞ്ഞ ഗ്ലോബൽ കറപ്ഷൻ ബാരോമീറ്റർ ആണ്, പിന്നെ ഇപ്പോൾ പറഞ്ഞ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സും ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്റേണൽ ഫീമെയിൽ മൈഗ്രേഷൻ ആണ്. അപ്പോൾ ഈ ലേബർ ഫോഴ്സസ് പാർട്ടിസിപ്പേഷൻ സർവേ ആയിട്ട് ബന്ധപ്പെട്ടത് ഹിന്ദുവിൻ്റെ പേജ് 10 ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്റേണൽ മൈഗ്രേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഫീമെയിൽസിൻ്റെ ഇന്റേണൽ മൈഗ്രേഷനെ കുറിച്ചും അതിനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. സോ ഇപ്പോൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന മൈഗ്രേഷൻ, ഒരു രാജ്യത്തിലെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആൾക്കാർ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് ആൾക്കാർ വരുന്നു. സോ ഇന്റേണൽ മൈഗ്രേഷനാണ്. അപ്പോൾ അതിനകത്ത് സ്ത്രീകളെ ഈ ഇന്റേണൽ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എത്തരത്തിലാണ് ഇന്റേണൽ മൈഗ്രേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കാരണങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ GS3 എക്കണോമിക്സിനകത്തോ അല്ലെങ്കിൽ GS1 സൊസൈറ്റിക്കകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. സോ ഇതിൻ്റെ റീസൺസ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേയുടെ ഒക്കെ റിപ്പോർട്ടുകൾക്കകത്ത് പറയുന്നത് ഒരു 80% കൂടുതലും സ്ത്രീകളുടെ ഇന്റേണൽ മൈഗ്രേഷൻ്റെ കാരണം മാരേജ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു 10% അടുത്ത് കാരണം എന്ന് പറയുന്നത് ഫാമിലി മൈഗ്രേഷൻ ആണ്. അതായത് അവരുടെ കുടുംബം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന സമയത്ത് അവരും അതിൻ്റെ കൂടെ മാറുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് എംപ്ലോയ്മെൻ്റ് ആണ്. ഏകദേശം ഒരു 2% അടുത്ത് കാരണമായിട്ട് പറയുന്നത് എംപ്ലോയ്മെൻ്റ് ആണ്. ലെസ് ദാൻ 1% റീസൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഏറ്റവും കുറവുള്ള ഒരു ഏരിയയാണ് ക്ലൈമറ്റ് ഷോക്ക് ആൻഡ് ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോഴും സ്ത്രീകളുടെ മൈഗ്രേഷൻ്റെ പ്രധാന കാരണം നമ്മളെ കൾച്ചറലായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റീസൺ തന്നെയാണ്. മാരേജ് കാരണമാണ് ഇവർ ഇന്റേണലി മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഭർത്താവിൻ്റെ കൂടെ പോകുന്നു എന്നുള്ള ഒരു ആംഗിളിൽ തന്നെയാണ് 80% കൂടുതലും സ്ത്രീകളുടെ ഇന്റേണൽ മൈഗ്രേഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇവർ ഈ ഇന്റേണൽ മൈഗ്രേഷൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ലാക്ക് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റിയാണ്. അതായത് ഇന്റേണലി മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒരു 10% താഴെ ആളുകൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. വെൽഫെയർ സ്കീംസ് ഒക്കെ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഇവരിങ്ങനെ മാറുന്ന സമയത്ത് പുതിയ സോഷ്യൽ നോംസുമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ കാരണം സോഷ്യൽ ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ജെൻഡർ ബേസ്ഡ് വയലൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഹൗസിംഗ് ക്രൈസിസ്, പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സ്ത്രീകളുടെ കേസിലാണെങ്കിൽ അവർക്ക് ഹൗസിംഗ് ഒന്നും കിട്ടാത്ത പ്രശ്നം വരുന്നു. ഹെൽത്ത് കെയർ ആക്സസ് കൃത്യമായിട്ടില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവർ നേരിടുന്നതായിട്ട് പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.